നമസ്കാരം. അമ്മ ചെറിയ കുട്ടിയായ സ്വന്തം മകനെ ബലാത്സംഗം ചെയ്യുക എന്നുള്ളത് കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചില കേസുകൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു എങ്കിലും അതൊക്കെ തന്നെ കള്ളക്കേസാണെന്ന് പിൽക്കാലത്ത് തെളിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് അമേരിക്കയിലെ ലാസ് വേഗസിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവ പരമ്പരയാണ് ഈ കേസിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ലോഗൻ ഗിഫോർഡ് എന്ന 26 വയസ്സുകാരനാണ് തൻ്റെ അമ്മയ്ക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നത്. ഇയാൾ പറയുന്നത് തന്നെ 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ അമ്മ നിരന്തരമായി ബലാത്സംഗം ചെയ്യുമായിരുന്നു എന്നാണ്. ഇതിൻ്റെ ഫലമായി തൻ്റെ അനിയൻ ഇപ്പോൾ തൻ്റെ തന്നെ മകനാണോ എന്ന് സംശയം തനിക്ക് ഉണ്ടെന്നും ഇതിനായി DNA ടെസ്റ്റ് നടത്തണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോടതിക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ഗിഫോർഡ്. ഗിഫോർഡിൻ്റെ അമ്മയായ ഡോറിൻ തന്നെ പലപ്പോഴും നീലച്ചിത്രങ്ങൾ കാണിച്ചതിന് ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുമായിരുന്നു എന്നാണ് ഗിഫോർഡ് കോടതി നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഏതായാലും കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഗിഫോർഡിൻ്റെ അമ്മയെ ഏതാണ്ട് 8 വർഷം മുതൽ 20 വർഷം വരെ നീളുന്ന തടവ് ശിക്ഷയ്ക്കാണ് കോടതി വിധിച്ചത്. 8 വർഷമാണ് ശിക്ഷ എങ്കിൽ ഒരുപക്ഷെ ഇത് കൂടുതൽ തെളിയിക്കപ്പെടുകയാണെങ്കിൽ 20 വർഷം വരെ നീളാനാണ് സാധ്യത. എന്നാൽ അമ്മയുടെ അഭിഭാഷകനാകട്ടെ ഗിഫോർഡിൻ്റെ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുകയാണ്. ഗിഫോർഡിന് സ്വന്തം അമ്മയോട് നേരത്തെ തന്നെ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ആ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കള്ളക്കേസ് നൽകി അവരെ അവമാനിക്കാൻ ശ്രമിക്കുന്നതെന്നും ഗിഫോർഡ് നൽകിയ മൊഴികളിൽ പോലും വൻതോതിൽ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും ഉണ്ട് എന്നുമാണ് അഭിഭാഷകർ പറയുന്നത്. ഗിഫോർഡിൻ്റെ അമ്മ കഴിഞ്ഞ വർഷം ജയിലിൽ നിന്ന് പരോളിൽ പുറത്തിറങ്ങിയിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് അവർ പുറത്തിറങ്ങിയത്. എന്നാൽ പരോൾ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ അവർ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും കഴിഞ്ഞ വർഷം ജനുവരിയിൽ ജയിലിൽ വീണ്ടും അടയ്ക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം ഇപ്പോൾ ഇതിൻ്റെ കേസിൻ്റെ വിചാരണ ആരംഭിക്കുകയാണ്. തൻ്റെ പരോൾ റദ്ദാക്കിയതിനെതിരെ ഗിഫോർഡിൻ്റെ അമ്മ കോടതിയിൽ നൽകിയ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും കേസ് പരിഗണിക്കുന്നത്. ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം ഗിഫോർഡിൻ്റെ അനിയൻ്റെ കാര്യമാണ്. ഈ കുട്ടിയുടെ പേരോ മറ്റു വിശദാംശങ്ങളോ തന്നെ പുറത്തുവിട്ടിട്ടില്ല. DNA പരിശോധനയിൽ ഈ കുട്ടിയുടെ അച്ഛൻ ഗിഫോർഡാണ് എന്ന് തെളിയുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് കുട്ടിയുടെ രക്ഷിതാവ് അല്ലെങ്കിൽ രക്ഷകർത്താവ് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഔദ്യോഗിക രേഖകൾ പേര് ചേർക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്താണെങ്കിലും ഇത് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തെ ജനങ്ങളെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ ആരും തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് പറയുന്നതെങ്കിലും ഗിഫോർഡ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് താൻ നൽകിയ മൊഴി സത്യമാണ്, തൻ്റെ അമ്മ തന്നെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ്. ഗിഫോർഡിൻ്റെ അച്ഛൻ അമ്മയുമായി പിണങ്ങി വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. പലപ്പോഴും നേരത്തെ അച്ഛനെ ഉപയോഗിച്ചിരുന്ന മുറിയിൽ വെച്ചാണ് അമ്മ തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് എന്നാണ് ഗിഫോർഡ് ആരോപിക്കുന്നത്. അമ്മ തന്നെ നിരന്തരമായി പീഡിപ്പിക്കുമായിരുന്ന ആ കാലയളവിൽ തന്നെയാണ്, അതായത് 2008 അനിയൻ ജനിച്ചത് എന്നാണ് ഗിഫോർഡ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് തൻ്റെ കുഞ്ഞായിരിക്കാനാണ് സാധ്യത എന്നാണ് ഇയാൾ പറയുന്നത്. 2014 ഗിഫോർഡ് ആദ്യമായി അമ്മയ്ക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പിന്നീടാണ് തനിക്ക് അമ്മയെക്കൊണ്ടുള്ള ശല്യം അവസാനിച്ചത് എന്നാണ് ഗിഫോർഡ് പറയുന്നത്. ഏതായാലും ഇത് കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ വലിയ ഭൂകമ്പം തന്നെ സൃഷ്ടിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ അമ്മയുടെയും മകൻ്റെയും ഒക്കെ ചിത്രങ്ങളും അവരുടെ പേരുവിവരങ്ങളുമൊക്കെ തന്നെ പുറത്തു വിടുന്നുണ്ട്. എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഒരിക്കലും ഇത് സാധ്യമായ കാര്യമല്ല. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങളിലാകട്ടെ ഇതിൻ്റെ വളരെ വിശദമായ വിവരണങ്ങളും ഇവരുടെ ചിത്രങ്ങളും എല്ലാം ചേർത്താണ് അവർ അവിടെ വാർത്ത നൽകിയിരിക്കുന്നത്. ഏതായാലും അമേരിക്കൻ സമൂഹത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഗിഫോർഡിൻ്റെ ഈ ഒരു കേസ്.